കണ്ണൂർ നഗരത്തിന്റെ മധ്യത്തിൽ ചരിത്ര പൈതൃകത്തോടെ പോയ കാലത്തിന്റെ പ്രതാപം പേറി നിലകൊള്ളുന്ന 3 ഇടങ്ങളിലേക്കാണ് ഈ വെള്ളിയാഴ്ച ഞങ്ങളുടെ യാത്ര പോയത്. കോഴിക്കോട് നിന്ന് ട്രെയിൻ മാർഗം കണ്ണൂരിലെത്തി ജുമാ നിസ്കാരം നിർവഹിച്ചത് ചരിത്രപ്രസിദ്ധമായ മൊഹിയുദ്ദീൻ ജുമാ മസ്ജിദിലായിരുന്നു. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള മനോഹരമായ തടികൾ കൊണ്ട് നിർമ്മിച്ച ഗ്ലാസ് കൊണ്ട് അലങ്കരിച്ച ഈ പള്ളിയുടെ ഉള്ളും പുറവും ഏതൊരു വിശ്വാസിയെയും ആത്മീയ ഊർജം പകരുന്നതായിരുന്നു. മനോഹരമായ ഈ കാഴ്ചകൾ അന്നത്തെ കാലത്തെ വാസ്തുവിദ്യയുടെ വൈവിധ്യത്തെ വിളിച്ചോതുന്നതുമായിരുന്നു. ചുറ്റുഭാഗത്തായി പരന്നു കിടക്കുന്ന ഖബർസ്ഥാൻ വലിയ ചരിത്രത്തിന്റെ നാഴികക്കല്ലിലേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവും ലോകസഭാ MP-യുമായിരുന്ന മർഹൂം ഇ അഹമ്മദ് സാഹിബ് ഈ പള്ളിയുടെ അങ്കണത്തിലാണ് മറവ് ചെയ്യപ്പെട്ടത്. പിന്നീട് ഞങ്ങൾ പോയത് മുസ്ലിം കേരളത്തിന്റെ ചരിത്ര പൈതൃകത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന കേരളത്തിലെ ആദ്യത്തെയും അവസാനത്തേതുമായ ഏക മുസ്ലിം രാജവംശമായ അറക്കൽ രാജവംശത്തിന്റെ ശേഷിപ്പുകൾ കുടികൊള്ളുന്ന അറക്കൽ മ്യൂസിയത്തിലേക്കായിരുന്നു. ഏകദേശം 500 മീറ്റർ സഞ്ചരിച്ചാൽ അവിടേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അവിടെ അവരുപയോഗിച്ചിരുന്ന ധാരാളം സൂക്ഷിപ്പ് സ്വത്തുകൾ ഇന്നും അതിന്റെ പ്രൗഢിയോടെ സൂക്ഷിച്ചു വെച്ചതായിട്ട് കാണാം. സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്ന അതും കണ്ട് ഞങ്ങൾ നേരെ തിരിച്ചത് ചരിത്രപ്രസിദ്ധമായ സെന്റ് ആഞ്ചലോസ് ഫോർട്ടിലേക്കായിരുന്നു. നഗരത്തിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് ആഞ്ചലോസ് ഫോർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് പങ്കുവെക്കുന്നത്. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ചരിത്രപ്രസിദ്ധമായ കണ്ണൂർ കോട്ടയുടെ ഉൾവശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 1505 ഡോൺ ഫ്രാൻസിസ്കോ അൽമേഡ നിർമ്മിച്ച ഈ കോട്ട പോർച്ചുഗീസുകാരുടെ കേരളത്തിലെ ആദ്യത്തെ കോട്ട എന്നറിയപ്പെടുന്നു. പിന്നീട് 1600കളിൽ ഡച്ചുകാർ ഇത് പിടിച്ചെടുക്കുകയും 1790കളിൽ അറക്കൽ രാജവംശത്തിന് ഇത് വിൽക്കുകയും ചെയ്തു. പിന്നീട് ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചെടുക്കുകയും സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ഈ കോട്ട ലയിക്കുകയും ചെയ്തു. ചരിത്ര പ്രാധാന്യം ഏറെയുള്ള കോട്ടയിൽ രഹസ്യ തുരങ്കമുണ്ടെന്നും ഇത് തലശ്ശേരി കോട്ടയിലേക്ക് നീളുന്നുവെന്ന ചരിത്രവും നമുക്ക് കാണാം. ഡച്ച് പോർച്ചുഗീസ് ആർക്കിടെക്ചറിൽ നിർമ്മിച്ച മനോഹരമായ കോട്ട കണ്ണൂർ സിറ്റിയിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാറിയാണ് നിലകൊള്ളുന്നത്. അകലെ പള്ളി മിനാരം അഹദിൻ മദ്ഹ് വാഴ്ത്തും നേരം സ്തുതിയിൽ നോവിനഴകിൽ